കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കച്ചേരിത്താഴത്ത് രൂപപ്പെട്ട വലിയ ഗർത്തം പരിശോധിക്കാൻ വിദഗ്ധ സംഘമെത്തി. അടിയന്തര സ്ഥല പരിശോധനയും ശാശ്വത പരിഹാരത്തിനുള്ള നടപടികളും ആരംഭിച്ചു. MCA റോഡിൽ കച്ചേരിത്താഴത്തിന് സമീപത്തായി വീണ്ടും രൂപപ്പെട്ട ഗർത്തം വൻ അപകട സാധ്യത സൃഷ്ടിച്ചതോടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അടിയന്തര സ്ഥല പരിശോധനയും ശാശ്വത പരിഹാരത്തിനുള്ള നടപടികളും ആരംഭിച്ചു. 3 വർഷങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് ഗർത്തം രൂപപ്പെട്ടിരുന്നു. അന്ന് നടത്തിയ പഠനങ്ങളും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പുനർനിർമ്മാണവും കഴിഞ്ഞ് 7 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത്തവണയും സമാന സാഹചര്യങ്ങൾ ആവർത്തിച്ചതോടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ വിശദമായ പഠനം നടത്തി ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ മാത്യു കുഴൽനാടൻ MLA കഴിഞ്ഞ ദിവസം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ജില്ലാ കളക്ടറെ അറിയിക്കുകയും ചെയ്തിരുന്നു. പുഴയിലേക്കുള്ള പഴയ ഡ്രെയിനേജ് ഓടയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന കവർ സ്ലാബുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചതുമൂലം ഓടയ്ക്ക് മുകളിൽ നിന്നും മാറുകയും ഇതുമൂലം പ്രസ്തുത ഭാഗത്തുള്ള മണ്ണും റോഡും ഇടിഞ്ഞ് ഓടയിലൂടെ ഒലിച്ച പുഴയിലേക്ക് പോയതായും പരിശോധനയിൽ കണ്ടെത്തിയെന്ന് MLA പറഞ്ഞു. പ്രാഥമിക പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാവുന്നത് ഇവിടെ ഈ റോഡിൻ്റെ അടിയിലൂടെ ഉണ്ടായിരുന്ന ഡ്രെയിൻ, ആ ഡ്രെയിനിലൂടെ മണ്ണും അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഇട്ടിരുന്ന GSP അടക്കമുള്ളത് ഒലിച്ചൊലിച്ച് പോകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ വള്ളവും ലാഡറും എല്ലാം കൊണ്ടുവന്ന് അവർ ഈ കാണുന്ന പാലത്തിൻ്റെ താഴെ ചെന്ന് പുഴയിൽ ചെന്ന് അതൊരു പരിശോധന ഒന്നുകൂടി നടത്തിയിട്ട് ഫൈനലി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും കുറച്ച് ഇടിയുന്നുണ്ട്. അപ്പോൾ അത് ഇടിഞ്ഞ് ഇനി എങ്ങാനും റോഡിൻ്റെ പകുതി വരെ ഇടിഞ്ഞിരുന്നാൽ വാഹന ഗതാഗതം എല്ലാം പ്രശ്നത്തിലാവും. അടിയന്തരമായി താൽക്കാലികമായി ഇവിടുത്തെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ കൂടുതൽ അപകടനില ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള നടപടികൾ ആദ്യം സ്വീകരിക്കും. സ്ഥലപരിശോധനയ്ക്കായി MLAയോടൊപ്പം RDO PA അനി, KRFB സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മഞ്ജുഷ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ്, PWD റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാമോൻ, KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോൾ തോമസ്, PWD ബ്രിഡ്ജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിന SJ, ഫയർഫോഴ്സിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘമാണ് എത്തിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.